എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കണവത്തോരൻ. ഷെഫ് പിള്ളയുടെ കണവത്തോരൻ റെസിപ്പിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്ന് നിങ്ങൾ കണവക്കറിയോ അല്ലെങ്കിൽ കണവ റോസ്റ്റൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കണവത്തോരന്. അപ്പോൾ ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ സ്ക്വിഡ് വെച്ചിട്ടുള്ള ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്ക്വിഡൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ വശത്തുള്ള പാടയൊക്കെ നീക്കം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പേനയും മഷിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടുള്ള സ്ക്വിഡാണിത്, അതായത് കണവ. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള സ്ക്വിഡ് എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ സ്ക്വിഡാണ്. അപ്പോൾ ആദ്യം നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണവത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 കിലോ സ്ക്വിഡാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ ഈ സ്ക്വിഡിൻ്റെ തലഭാഗം ഒന്നും എടുത്തിട്ടില്ല, ഈ ഒരു ഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ എല്ലാ സ്ക്വിഡിനെയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അല്പം പൊടിയിപ്പും കൂടി ചേർത്ത് കഴുകുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇതുപോലെ എല്ലാ സ്ക്വിഡും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനത്തെ നമ്മുടെ സ്ക്വിഡൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തിക്നെസ്സിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണവ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണവയിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരു സ്ട്രെയിനറിൽ വെക്കുന്നത്. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കൊച്ചുള്ളിയാണ്. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് കൊച്ചുള്ളിയാണ് നേരാക്കി എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളിനെ ചേർക്കുമ്പോഴാണ് ഈ ഒരു കണവത്തോരന് പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ആദ്യം തന്നെ നമുക്ക് കണവത്തോരനിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു 5 കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ജീരകമാണ്, ക്യുമിൻ സീഡ് 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 3 വെളുത്തുള്ളിയാണ്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം വെള്ളമൊന്നും ചേർക്കാതെ ഒരു ചമ്മന്തി പരുവത്തിലാണ് നമുക്കൊന്ന് ഒതുക്കിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കണവത്തോരനുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഒതുക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കൊച്ചുള്ളിയെല്ലാം നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് 1 കപ്പ് കൊച്ചുള്ളിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനകത്ത് നമ്മൾ 1 കപ്പ് കൊച്ചുള്ളി നീളത്തിലാണ് കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. ക്വാണ്ടിറ്റി കണ്ടിട്ട് കൂടുതലാവുമെന്ന് കരുതണ്ട. ഇതൊന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി നേർ പകുതിയായിട്ട് വരുന്നത് കാണാം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഞാൻ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു നീളത്തിലാണ് നമ്മൾ ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകാണ് നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഞാനിവിടെ ഇപ്പോൾ 2 കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണവത്തോരൻ എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. കണവത്തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഗ്രാനൈറ്റിൻ്റെ ഒരു പാനാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കണവത്തോരൻ തയ്യാറാക്കേണ്ടത്. എങ്കിലാണ് ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 1 കപ്പ് കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം. കൂടെ 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്താണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടുന്നവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളിയുടെ ക്വാണ്ടിറ്റിയൊക്കെ പകുതിയായിട്ട് മാറുന്നത് കാണാം. അങ്ങനെ നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്വിഡാണ് ചേർക്കുന്നത്. ഇതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായി ഒന്ന് ഇറങ്ങി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സ്ക്വിഡിൽ നിന്ന് നന്നായി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട്.
ഈ കണവ നന്നായി ചുരുങ്ങി വരുന്നത് കാണാം. സ്ക്വിഡിനധികം വേവുള്ളതല്ല, കൂടുതൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ ആവുന്നതാണ്. അങ്ങനെതാ സ്ക്വിഡൊക്കെ ചുരുങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നമുക്കത് ഉള്ളിയിലേക്ക് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ പൊടികളും അതുപോലെ തന്നെ സ്ക്വിഡുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സ്ക്വിഡിൻ്റെ ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് വെന്ത് കിട്ടിക്കൊള്ളും. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പൊടികളും അതുപോലെ തന്നെ സ്ക്വിഡുമായിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരപ്പാണ് ചേർക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റാനുണ്ട്. വെള്ളം ഒന്ന് വറ്റിയ ശേഷം നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് ചേർക്കാം. സ്ക്വിഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പും ചേർത്ത ശേഷം നന്നായി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരപ്പാണ് ചേർക്കുന്നത്. അതിനത് വെള്ളമൊക്കെ ഒരുവിധം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനത് തേങ്ങ അരപ്പ് നമുക്ക് ഇതിൻ്റെ നടുവിലേക്ക് ചേർക്കാം. അതിനത് തേങ്ങ അരപ്പും ചേർത്ത ശേഷം നമുക്കിനി തട്ടിപ്പൊത്തി വയ്ക്കാം. അരപ്പൊന്ന് ആവി കയറുന്നവരെയാണ് ഇനി നമുക്ക് വേവിക്കേണ്ടതുള്ളൂ. അതിന് വേണ്ടി ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അതിനതൊരു 2 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അരപ്പായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അരപ്പിലൂടെയൊക്കെ നല്ല ആവിയൊക്കെ കയറിയിട്ടുണ്ട്. അരപ്പിൻ്റെ മണമൊക്കെ പച്ചമണമൊക്കെ മാറുന്നവരെയാണ് നമ്മളൊന്ന് അടച്ചു വെച്ചത്. അതിനത് അരപ്പും അതുപോലെ തന്നെ സ്ക്വിഡുമായിട്ട് നന്നായി മിക്സ് എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏറ്റവും മുകളിലായിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് വിതറുന്നുണ്ട്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ തോരനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിൻ്റെ സെർവിങ് ഡിഷിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കണവത്തോരനാണ് ചേർക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണ് കണവത്തോരന്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനത്തെ സെർവിങ് ഡിഷിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കണവത്തോരന്. അപ്പോൾ നിങ്ങൾക്ക് കണവയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.